അപ്പം നമ്മളെ സ്പെഷ്യൽ ഐറ്റം വരുന്നുണ്ട് കേട്ടോ. നല്ല കറിയിട്ട് ഇളവന വെള്ളരി നല്ല ആ കൂന്തൽ ഇങ്ങനെ കോരി ഇട്ടിട്ട് ആ പച്ചക്കറിയോട് കൂട്ടി മെല്ലെ അതെങ്ങനെ അങ്ങോട്ട് പിടിച്ച് വേണേ ഒരു പപ്പടം കൊണ്ട് എടുത്ത് വെച്ചോളിട്ടോ. അടിപൊളിയായിരിക്കും അതാ ആ ഒരു എരിവും ആ ഒരു പച്ചക്കറിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി. അപ്പോളേ ഇന്ന് നമ്മൾ കോഴിക്കോട് നമ്മളെ ബൈപ്പാസ് മുഖവൂരില്ലേ, മുഖവൂരിലെ ഹോട്ടൽ ഓർമ്മ അവിടുത്തെ ഒരു ചോറ് കഴിക്കാൻ ഊണ് കഴിക്കാനാട്ടോ ഉച്ച സമയം നമ്മൾ എത്തിയത്. വേറെ വഴിക്ക് പോയി എങ്ങനെ വന്നപ്പോൾ അവിടെ കയറിയതാണ്. സംഭവം അറിയാലോ, ഇവിടെ രാവിലത്തെ ഐറ്റംസ് ആണ് ഇവിടെ ഫേമസ്. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് എത്തിയോണ്ട് ഊണ് പറഞ്ഞിട്ടുണ്ട്. ഈ ഇലയിൽ ഇങ്ങനെ ചോറ് വേണമെങ്കിൽ കഴിക്കുമ്പോൾ ഒരു സുഖം തന്നെയാണ്. നമ്മൾ കോഴിക്കോട് എല്ലാ ഹോട്ടലുകളും ഇങ്ങനെ തന്നെ ഇലയിൽ തന്നെയാണ് വിളമ്പ്. അപ്പൊ ചോറ് വന്നിട്ട് സൈഡ് ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പച്ചക്കറി കേട്ടോ, ഒരു ഇളവനോ വെള്ളരി എന്നിട്ട് പരിപ്പൊക്കെ ഇട്ടുള്ളൊരു കറി. പിന്നെ മീൻചാറ് ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ലല്ലോ. മീൻ കഷ്ണം കിട്ടിയാൽ ഭാഗ്യം ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ ഒരു മീൻചാറ് എന്തായാലും ഉണ്ടാവും. നോക്കട്ടെ, കുഴിയൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയുണ്ട് കേട്ടോ, 2-3 കഷ്ണം ഉണ്ട്. അതൊക്കെ ഓരോ കിട്ടുന്ന മാതിരിയാണ്. നമ്മളെ പ്രതീക്ഷിക്കരുത് മീൻചാറ്, ഇങ്ങനത്തെ മീൻ കഷ്ണം നമ്മൾ പ്രതീക്ഷിക്കരുത് ഇങ്ങനത്തെ ഹോട്ടലിലൊക്കെ പോയാൽ. അവർ മീൻകറി പച്ചക്കറി എല്ലാം കൂടി. പിന്നെ സ്പെഷ്യൽ ഐറ്റം ചോദിച്ചപ്പോൾ എല്ലാ ഐറ്റം ബീഫ് അങ്ങനത്തെ സാധനങ്ങൾ, കടുക്ക മുരു അങ്ങനത്തെ ഒക്കെ ഇവിടെ കഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞത് കൂന്തലാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റ് കൂന്തൽ, ഞാനും വൈഫും ഉണ്ട്, ഒരു പ്ലേറ്റ് കൂന്തളും വാങ്ങിയിട്ടുണ്ട്. നോക്കട്ടെ കൂന്തൽ. ഞാൻ ഇവിടുന്ന് മുന്നേ കടുക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. കൂന്തൽ എങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടോ. അധികം ഹാർഡാക്കാതെ സോഫ്റ്റ് ആയിട്ടാണ് കുക്ക് ചെയ്തിട്ട് അതൊരു ടേസ്റ്റ്. പിന്നെ ആ ഒരു മസാല നല്ലൊരു അത്യാവശ്യം എരിവുള്ള ഒരു സാധനം കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ കറി അവിടെ കിടക്കട്ടെ, ഇത് കൂട്ടി ഒന്ന് പിടിച്ചു നോക്കാതാ. അതിങ്ങനെ അങ്ങോട്ട് കൂട്ടിയാൽ മസാല കളറ് വരുന്ന വരവുണ്ട ചോറിൻ്റെ മുകളിൽ. അതിങ്ങനെ എടുത്ത് സാധനം സെറ്റാട്ടോ. പിന്നെ ചോറിലുള്ള സാധാരണ ചോറിൽ വരുന്ന കറികളല്ലേ, മീൻകറി 2-3 മത്തി കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ഓരോ പ്രായം കിട്ടുന്ന മാതിരിയായിരിക്കും. എന്തായാലും നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. പക്ഷേ ഈ ഒരു പച്ചക്കറി ഉണ്ടോ മക്കളെ, ഇളവനാട്ടോ, ഇളവനും പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു നാടൻ കറി നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേപോലത്തെ ഒരു കറി. അത് സെറ്റായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ആ ഒരു കറി ഇന്ന് സാമ്പാർ ഒന്നാവാൻ ഞാൻ നന്നായിട്ട് ഈ ഒരു എന്താ പറയുക, ഇത് എന്തല്ല, ഈ ഒരു കൂന്തൾ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഈ ഒരു മസാല ഇങ്ങനത്തെ കറീൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. അതിങ്ങനെ കൊടുത്ത് വെച്ച് ഒരു പപ്പടം കൂടെ അതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് പിടിച്ചാലുണ്ടല്ലോ വേറെ ലെവൽ. സാമ്പാറാണ് ശരിക്കും ഇഷ്ടം. പക്ഷെ ഇന്ന് സാമ്പാറാവാൻ ഞാൻ നന്നായി ഈ ഒരു കൂന്തൾ വാങ്ങിയത്. നോക്കട്ടെ, അടിപൊളി സെറ്റല്ലേ. അങ്ങനെ ഈ ഇങ്ങനത്തെ കറീൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂട്ടി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല അതിന്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബീഫ് അങ്ങനത്തെ സാധനമൊക്കെ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു അച്ചാർ കേട്ടോ. സാധാരണ നമ്മൾ ഈ നാരങ്ങയൊക്കെ അല്ലേ കാണാറുണ്ട്, നല്ല ചേനേൻ്റെ അച്ചാർ. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. സാധാരണ ബിരിയാണിയൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിലാണ് അത് കാണാറുള്ളത്. നല്ല ടേസ്റ്റും ഉണ്ട് അത്. പക്ഷെ ഇന്നത്തെ മെയിൻ ഐറ്റം കൂന്തൾ തന്നെയാണ്. എല്ലാവരും ഗ്രേവി അടിപൊളി, എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെയും ബീഫ്, കോഴിപ്പാട്സ്, കടുക്ക, ചെമ്മീനൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ ഒരു ഉപ്പേരി, എന്തോ ഒരു ഉപ്പേരി, സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. നമ്മളെ വാഴക്കൂമ്പോ ഇനി ഉള്ളിത്തണ്ടോ എന്തോ ഒന്നാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനത്തെ കറികളുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതൊക്കെ സെറ്റ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഹോട്ടലിനെ പറ്റി അറിയുന്നവർ, നിങ്ങൾ രാവിലെ നല്ല തിരക്ക് പറയുന്നത്, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് വിട്ടേക്ക് കേട്ടോ. അപ്പോൾ ഞാനത് നല്ല ഫുള്ളങ്ങോട്ട് തീർക്കട്ടെ. അപ്പോളേ കാര്യം പറയാൻ പറഞ്ഞത്, എല്ലാവരും നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഒരു ലൈക്കൊക്കെ അടിച്ചാൽ അടിപൊളി. ഇഷ്ടപ്പെട്ടില്ല അൺലൈക്ക് അടിച്ചാലോ എന്തെങ്കിലും ഒരു റെസ്പോൺസ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ മാസമൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ കുറച്ച് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഇങ്ങനെ തട്ടി മാറ്റി പോകുന്നില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടത്തെ അടിപൊളി ഇങ്ങനത്തെ നാടൻ ഫുഡ് സ്പോട്ടുകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കാണുമ്പോൾ ഒരു സുഖമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ നമ്മളതിൽ കിട്ടും. വലിയ സംഭവം വീഡിയോസ് ഒന്നും നമ്മളതിൽ ഉണ്ടാവാനുള്ള അറിയാലോ. ഇങ്ങനത്തെ ചെറിയ വീഡിയോസൊക്കെ കാണിച്ച് അങ്ങനെ പോകട്ടോ. പക്ഷെ അതിന് നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടായാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അപ്പം അതൊക്കെ തന്നെ. ചോറിൻ്റെ കൂടെ മോരുണ്ടായിരുന്നു അവിടെ മേശയെല്ലാം കണ്ടു നോക്കട്ടെ. അപ്പോൾ എന്തായാലും മോരും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മോരും കൂട്ടി അങ്ങോട്ട് മേലെ ഫിനിഷ് ചെയ്യട്ടെ. ചോറിന് കൂടെ അവസാനം ഒരു മോരോ രസമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഇല കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായാലും സംഭവം അടിപൊളിയായില്ലല്ലോ. ഇല്ല ഇങ്ങനെ നമുക്ക് കഴിക്കില്ലല്ലോ. നല്ല നാടൻ ചോറാട്ടോ, നല്ല നാടൻ ഭക്ഷണം. അതൊരു ഗ്യാരണ്ടി തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്, ലൈക്ക് അടിച്ചിട്ടേക്ക് മുന്നോട്ട് പോകാം. മോരും കൂടി പറഞ്ഞപ്പോഴേ സാധനം അടിപൊളി. അപ്പോൾ നല്ല അവസാനിപ്പിക്കാം. ഇനി ബില്ലടിക്കുക, ക്യാഷ് കൊടുക്കുക, പോവുക, അല്ലാണ്ട് എന്തോ പരിപാടി. അപ്പോൾ ഇത് റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു ചോറിന് 50, കൂന്തളും 100 മൊത്തം 200 പറഞ്ഞത്. ഞാനൊരു കടലമുട്ടായും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു രസമല്ലേ, ഒരു കടലമുട്ടായും വാങ്ങി അത് വാങ്ങി അങ്ങനെ പോവാം. അപ്പോൾ 50 റുപ്യേൻ്റെ നാടൻ ചോറ് വലിയ കുഴപ്പമില്ല. മീൻകറി, സൈഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് മോര് എല്ലാം ഉണ്ടല്ലോ.
സെറ്റാട്ടോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഇവിടുത്തെ തന്നെ ഒന്നും കൂടി വരും കേട്ടോ, ഈ അടുത്ത് തന്നെ നോക്കട്ടെ. പിന്നെ എൻ്റെ സ്പോട്ട് നമ്മളെ എരഞ്ഞിക്കലിനൊക്കെ വരുന്ന ആ ഒരു മുഖവൂര് അണ്ടർപാസ് ആട്ടെ കാണുന്നത്, ബൈപ്പാസിന് അടിയിൽ കൂടെ വരുന്നത് മുഖവൂര് തന്നെ. ഗൂഗിൾ മാപ്പിൽ ഓർമ്മ അല്ലെങ്കിൽ മുഖവൂര് അണ്ടർപാസ് ഒക്കെ അടിച്ചാലൊക്കെ ഈ സ്പോട്ടിൽ എത്തി കിട്ടും കേട്ടോ. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ബൈപ്പാസ് വരുന്ന ഭാഗത്തിട്ട് മുഖവൂര്.